കാരാഗ്രഹം എന്ന് പറയുന്ന പരിമിതികളെ കാണിക്കുന്നതാണ് ദൈവവചനത്തിനകത്ത്. പത്രോസിന് സ്വയമായിട്ട് പുറത്തു വരാൻ കഴിയില്ലെന്നറിയാം. പത്രോസ് ഒത്തിരി അത്ഭുതമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വയമായിട്ട് പുറത്തു വരാൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം കൊടുത്ത കൃപകൾ ഉപയോഗിക്കാറില്ല. അതെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ പത്രോസേ, നിന്റെ കാരാഗൃഹത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ, നിന്റെ പരിമിതികളെ പൊളിച്ചതിരുകൾ വിശാലമാക്കാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും. മാനുഷികപരമായ പരിശ്രമങ്ങൾ കൊണ്ട് പുറത്തു വരാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ മനുഷ്യർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഇടത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ട് അവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഓർക്കണം. നമുക്ക് ആ ഭാഗത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വരാം. വചനത്തിലേക്ക് താഴോട്ടൊന്ന് വായിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ താഴോട്ട്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഇരുളുള്ള തടവറയ്ക്കകത്ത് ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. പ്രത്യുത ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തി. ശ്രദ്ധിക്കണോടെ. ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി. എല്ലാവരും ചേർന്ന് പറഞ്ഞ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി. ഞാൻ ചോദിക്കുന്നു, 16 പേർ കാവൽ നിൽക്കുന്ന അടയപ്പെട്ട കാരാഗൃഹത്തിനകത്തേക്ക് ദൂതൻ ഇറങ്ങാമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഏത് സാഹചര്യത്തിലേക്കും ദൈവത്തിന് തൻ്റെ ദൂതനെ ഇറക്കാം. ഏത് സാഹചര്യത്തിനകത്തേക്കും ദൈവം തൻ്റെ ദൂതനെ ഇറക്കാം. ഇന്ന് പ്രത്യാശയോടെ ഇരിക്കണം, വിശ്വാസത്തോടെ ഇരിക്കണം. എൻ്റെ വിഷയത്തിനകത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ ഇറക്കും. എനിക്ക് ചെന്നെത്തിപ്പെടാൻ കഴിയാത്ത ഇടത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഇനി അവിടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു വെളിപ്പാടും കൂടെ പറയാം. വചനത്തിന്റെ ശ്രദ്ധയോടെ കേൾക്കണം. ദൂതനെ പരിമിതികളുള്ള സ്ഥലത്തേക്ക് ദൂതനെ ദൈവം ഇറക്കി. അവിടെ 2 പേരുടെ ഡ്യൂട്ടി കാണാം. ഒരു പ്രശ്നത്തിൽ ഒരു വിശ്വാസി അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ ഒരു ദൈവപൈതൽ പ്രാർത്ഥനയോടിരിക്കുന്നെങ്കിൽ, ഒരു ഡെലിവറൻസിന് വേണ്ടി ഒരു ദൈവപൈതൽ ആഗ്രഹിക്കുന്നെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ കാണാം ആ വാക്യത്തിനകത്ത്. ഒന്ന്, ദൈവം ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി. 2, വിശ്വാസി ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയുമുണ്ട്. കംപ്ലീറ്റും ദൈവത്തിന് കൊടുത്തേക്കരുത്. എല്ലാ പ്രവൃത്തിയും കൂടെ അങ്ങ് ദൈവം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില വിഷയത്തിനകത്ത് ചെയ്യുകയില്ല. ഈ വചനത്തിൽ നിന്ന് ഞാൻ പറയാം, പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ദൂതനെ കാരാഗൃഹത്തിനകത്തേക്ക് ഇറക്കി, അല്ലേ? ഇറക്കിയിട്ട് പത്രോസിന്റെ വിലാപ്പുറത്തേക്ക് തട്ടി അവനെ ഉണർത്തി. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ചേർന്ന് പറഞ്ഞേ, കർത്താവിന് സ്തോത്രം. പത്രോസിന് അറിയാതെ കിടക്കുന്ന വിഷയത്തെ പത്രോസിനെ ഓർമ്മിപ്പിക്കാൻ, ദൈവത്തിന്റെ പദ്ധതിയെ അറിയിക്കാൻ ദൈവം പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചു മീൻസ് ഉണർത്തി.
ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ എവിടൊക്കെ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നോ വിഷയത്തെ മനസ്സിലാക്കി തന്നിട്ട് അടുത്തതെന്ത് ചെയ്യണമെന്ന് പറയാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ അടുത്തത് പത്രോസിനൊരു ഡ്യൂട്ടി ഉണ്ട് അവിടെ. എന്തോ പത്രോസിന്റെ ഡ്യൂട്ടി? എന്താ പറഞ്ഞത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചെങ്കിൽ ഞാനത് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. എന്നിട്ട് ഉടനെ അവന്റെ ചങ്ങല കൈമേലിൽ നിന്ന് വീണു. ഉടനെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ അവനെ ഉണർത്തിയ ഉടനെ അവന്റെ ചങ്ങലകൾ എന്ത് ചെയ്തു? കൈമേൽ നിന്ന് വീണുപോയി. ചേർന്ന് പറഞ്ഞ ചങ്ങലകൾ കയ്യിൽ നിന്ന് വീണുപോയി. പിടികിട്ടി? നിങ്ങൾക്ക് മനസ്സിലാവുന്ന അവിടെ ആ വചനത്തിൽ ഒന്ന് നിൽക്കണം നിങ്ങൾ. സാവധാനം ഞാൻ ആ വചനം നിങ്ങളുടെ അകത്തേക്ക് ഒന്ന് കയറ്റാൻ ശ്രമിക്കുകയാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നോ? ഉടനെ ചങ്ങലകൾ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? അഴിഞ്ഞുപോയി, വീണുപോയി. അതിനർത്ഥം എന്താ? ദൈവം തന്റെ വാഗ്ദത്തം തന്റെ ദൂതനിലൂടെ പത്രോസിനെ അറിയിച്ച ഉടനെ ആ വാഗ്ദത്തത്തിലേക്ക് കയറാൻ കഴിയാത്ത തടസ്സമായ ബന്ധനം അഴിഞ്ഞു. വാഗ്ദത്തം ദൈവം അറിയിച്ചപ്പോ ആ വാഗ്ദത്തം കേട്ട ഉടനെ ആ വാഗ്ദത്തത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത ബന്ധനം അഴിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോ ദൂതുകളും കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ ദൂതിലേക്ക് നിങ്ങളെ നടത്താൻ തടസ്സമായ ബന്ധനങ്ങളെ ദൈവം അഴിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ശബ്ദമുയർത്തി വാഗ്ദാനങ്ങൾ കൈമാറുന്നത്. ഹോളി സ്പിരിറ്റ്. നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. വിടുതലിന്റെ ദൈവം, അതാണ് രക്ഷകനായ ദൈവമാണ്. പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ പത്രോസിന്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചിട്ട് വിലാപ്പുറത്ത് തട്ടിയിട്ട് ഉറങ്ങിക്കിടന്ന പത്രോസിനെ ദൈവം ഉണർത്തിയപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. ബന്ധനങ്ങൾ അഴിഞ്ഞപ്പോൾ പത്രോസിന് എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കാൻ തന്റെ കരം ഫ്രീ ആയി. തന്റെ കൈകൾ ബന്ധിച്ചു വെച്ച ചങ്ങലകളിൽ നിന്ന് തന്റെ കൈകൾ ഫ്രീ ആയി. പറഞ്ഞോ, പിശാചേ, ഈ ബന്ധനം എന്നും നിനക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. വാഗ്ദാനം ദൈവം എനിക്ക് തരുമ്പോൾ അത് അഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് വാഗ്ദാനം ദൈവം തരുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞിരിക്കും. ചങ്ങലകൾ അഴിഞ്ഞിരിക്കും. ചങ്ങലകൾ അഴിഞ്ഞിരിക്കും. ചില ദുരാത്മാക്കൾ ബന്ധിച്ച ബന്ധനങ്ങളെ, ആ ചങ്ങലകളെ അഴിച്ച് ദൈവം വാഗ്ദാനങ്ങൾ കൈമാറാൻ പോകുകയാണ്. Holy Spirit. Oh, love you Jesus. Thank you. അപ്പം ദൈവത്തിന്റെ പക്ഷം എന്ത് ചെയ്തു? അറിയിച്ചു. അടുത്തത് ദൈവത്തിന്റെ ഡ്യൂട്ടി അല്ല, അടുത്തത് പത്രോസിന്റെ ഡ്യൂട്ടിയാണ്. വായിക്കാം. പത്രോസിന്റെ ഡ്യൂട്ടി എന്താണ്? വായിക്കാം. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ദൂതൻ ഫിലിപ്പോസിനെ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയതല്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഫിലിപ്പോസിനെ അല്ലേ നിർജ്ജന പ്രദേശത്തേക്ക് ആത്മാവ് എടുത്തു കൊണ്ടുപോവുക ചെയ്തത്. ഇവിടെ ഡെലിവറൻസ് കൊടുത്തപ്പോൾ പത്രോസിനോട് പറയാണ്, എന്റെ പിന്നാലെ വരിക. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കിയിട്ട് എന്റെ പിന്നാലെ വരിക. പത്രോസേ, വിടുതൽ കിട്ടിയാൽ നിനക്ക് ചില ഡ്യൂട്ടികളുണ്ട്. ഡെലിവറൻസ് സ്വർഗം തന്നാൽ ചില ഡ്യൂട്ടികളുണ്ട്.
സ്പിരിറ്റ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ, ദൈവം എന്നോട് ചെയ്യാനുള്ളത് ദൈവം ചെയ്യും, ദൈവം എന്നോട് അറിയിച്ചത് ഞാൻ ചെയ്യണം. മനസ്സിലാവുന്നോ? ദൈവം തൻ്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ളത് ദൈവം ചെയ്യും. പക്ഷെ തൻ്റെ ജനം ദൈവം എന്തു പറയുന്നോ ആ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങണം.